ഹായ് ഓൾ. നമ്മളുടെ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ കണ്ടുവരുന്ന ഒരു പാഠഭാഗമാണ് കോൺകോഡ് എന്ന് പറയുന്നത് അല്ലേ. കോൺകോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകോഡ് എന്ന് പറയുന്നത്. സോ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജനറൽ PSC എന്നുള്ള ലെവലിലുള്ള എക്സാം ആയിക്കോട്ടെ, ഏത് വന്നാലും കോൺകോഡ്, ടെൻസ് ഇതേപോലെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. ഒരുപാട് റൂൾസ് നമ്മൾ കോൺകോഡിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധ കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ കോൺകോഡ് എന്ന് പറയുന്നത്. കോൺകോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ കൊടുത്തിരിക്കുന്നത് സബ്ജക്ട് ആൻഡ് വെർബ് എഗ്രിമെന്റ് എന്നുള്ള പേരിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഏതൊരു സെന്റൻസ് എഴുതുമ്പോഴും, എന്തൊരു കാര്യം പറയുമ്പോഴും അവിടെ എല്ലാം നമ്മൾ ആരെ ഫോളോ ചെയ്യണം, ഈ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റിനെ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമാറ്റിക്കലി ആ സെന്റൻസ് ഒരിക്കലും എന്തായിരിക്കില്ല, കറക്റ്റ് ആയിരിക്കത്തില്ല. എന്താണ് ഈ സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് സബ്ജക്ട്സ് വരുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കും, ഏകവചനമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എന്തായിരിക്കും, അത് പ്ലൂറൽ ആയിരിക്കും, ബഹുവചനമായിരിക്കും. ഈ രണ്ട് രീതിയിലേ നമുക്ക് സാധാരണ രീതിയിൽ ആര് വരാറുള്ളൂ, സബ്ജക്റ്റ് വരാറുള്ളൂ. ഇങ്ങനെ സിംഗുലാർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് അതും എല്ലായ്പ്പോഴും ആര് തന്നെ ആയിരിക്കണം, സിംഗുലാർ തന്നെ ആയിരിക്കണം. അതേസമയം ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബും എന്ത് തന്നെ ആയിരിക്കണം, പ്ലൂറൽ തന്നെ ആയിരിക്കണം. ഈ ഒരു റൂള്, ഈ ഒരു എഗ്രിമെന്റിനെ നമ്മൾ ഒരിക്കലും തെറ്റിച്ചെഴുതാൻ പാടില്ല. അതായത് സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ കൊണ്ട പ്ലൂറൽ വെർബിനെയോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ കൊണ്ട സിംഗുലാർ വെർബിനെയോ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റണേ, ഗ്രാമാറ്റിക്കലി നമ്മളുടെ ആ സെന്റൻസ് നമ്മൾ എഴുതുന്ന കാര്യം മിസ്റ്റേക്ക് ആണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലാർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബിനെയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു കോൺകോഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, നമുക്കിനി ഒരുപാട് എക്സാംസ് അടുത്ത് വരുവാണ് അല്ലെ. ഡിഗ്രി ലെവൽ എക്സാംസ്, നമ്മളുടെ എന്താണ് കമ്പനി, ബോർഡ്, യൂണിവേഴ്സിറ്റി, ഇതേപോലെയുള്ള അസിസ്റ്റന്റിന്റെ എക്സാംസ് ഒരുപാട് വരാൻ പോവുകയാണ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കുറച്ച് റൂൾസ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. നമുക്കറിയാം 4 ഓപ്ഷൻസ് ആണുള്ളത്: ടെൽ, ടെല്ലിംഗ്, ടെൽസ്, ടോൾഡ്. ഈ ടെൽ എന്ന് പറയുമ്പോഴും ടെൽസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം രണ്ടും വെർബിന്റെ V1 ഫോംസ് ആണ് എന്നറിയാം. ടെൽ എന്ന് പറയുന്നത് പ്ലൂറൽ V1ഉം ടെൽസ് എന്ന് പറയുന്നത് സിംഗുലാർ V1ഉമാണ്. ടെല്ലിങ് വെർബിന്റെ ING ആണ്. ടോൾഡ് എന്ന് പറയുന്നത് വെർബിന്റെ പാസ്റ്റ് ഫോം അഥവാ V2 ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. നമുക്കറിയാം ആൻ ഓണസ്റ്റ് മാൻ, എപ്പോഴും നോക്കേണ്ടത് സബ്ജക്റ്റ് ആരാണ് എന്നാണ്. സോ ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട വേർബും ആരായിരിക്കണം, സിംഗുലാർ വെർബ് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൽ എന്ന് പറയുന്ന ഓപ്ഷനെ ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ, കാരണം ടെല്ല് പ്ലൂറൽ വെർബാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനായ ടെല്ലിങ്. ടെല്ലിങ് എന്ന് പറയുന്നതിനെ നമുക്ക് കളയാം, കാരണം ടെല്ലിങ് എന്നുള്ള ING അവിടെ ഉപയോഗിക്കണമെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പറ്റില്ല, അതിന്റെ മുൻപിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സാധനം നമുക്കിവിടെ ഇല്ല. സോ അതിനെയും നമ്മൾ കളഞ്ഞു. ഇനി ലാസ്റ്റ് ഓപ്ഷനായ ടോൾഡ്. ചിലർക്കെങ്കിലും സംശയം തോന്നാം, ടോൾഡ് ഉപയോഗിച്ചുകൂടെ എന്ന് തോന്നാം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. ഒരു ഓണസ്റ്റ് മാൻ, സത്യസന്ധനായ വ്യക്തി ഒരിക്കലും എന്ത് പറയത്തില്ല, കള്ളം പറയില്ല. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ജനറൽ ഫാക്ട് ആണ്. ജനറൽ ഫാക്ടിനെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും
പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിനെയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഫോം ഇവിടെ കൊടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ ടെൽസ്. ആൻസർ വരുന്നത് എന്താണ്? ആൻ ഓണസ്റ്റ് മാൻ നെവർ ടെൽസ് ലൈസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റിനെ പറ്റിയും പറഞ്ഞു, പിന്നെ എന്തും പറഞ്ഞു, ഒരു ജനറൽ ട്രൂത്ത്, ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റി പറയണമെങ്കിൽ അവിടെ നമ്മൾ ആരെ മാത്രമേ കൊടുക്കാമുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ മാത്രമേ കൊടുക്കാമുള്ളൂ എന്നുള്ളൊരു കാര്യവും കൂടെ, എന്നുള്ളൊരു റൂളും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. ചിൽഡ്രൻ ഡാഷ് എഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. ചിൽഡ്രൻ ഡാഷ് എഫ്രൈഡ് ഓഫ് ദി ഡാർക്ക്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ചിൽഡ്രൻ ആണ്, കുട്ടികൾ. ചിൽഡ്രൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ആരായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിനെയും വാസിനെയും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം അല്ലെ ആദ്യം തന്നെ. കാരണം ഈസും വാസും സിംഗുലാർ ആണ്. ഇനി വേറും ആറും പ്ലൂറൽ ആണ്. പക്ഷെ നമുക്കിവിടെ ഒരിക്കലും വേർ എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം വേർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നേരത്തെ ഇരുട്ടിനോട് ഭയമുണ്ട്, ഇപ്പോഴില്ല എന്നുള്ള അർത്ഥം വരും. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും എന്താണ്? ഡാർക്ക്നെസ്, ഇരുട്ടിനോട് പേടിയാണ്. അതുകൊണ്ട് തന്നെ ചിൽഡ്രൻ ആർ എഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. അടുത്ത ചോദ്യം. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. ഇവിടെ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്നുള്ളതാണ്. ഇത് കോൺകോഡിലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഇവിടെ മൈ അങ്കിൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെയും ഗാർഡിയൻ എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റിനെയും നമ്മൾ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ഇത് രണ്ടും രണ്ടല്ലേ എന്ന് തോന്നാം. പക്ഷെ അല്ല, ഈ രണ്ട് സബ്ജക്ട്സുകളും ഒരേ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ആ മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്ന മൈ. ഈ മൈ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ നമ്മൾ ആരുടെ മുൻപിൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ സബ്ജക്റ്റായ അങ്കിളിന്റെ മുൻപിൽ മാത്രം. ഇങ്ങനെ ഒരു ആർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു പൊസസീവ് അഡ്ജക്റ്റീവിനെയോ രണ്ട് സബ്ജക്ട്സിനെ തമ്മിൽ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്യുന്ന രണ്ട് സബ്ജക്ട്സിൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ മുൻപിൽ മാത്രമാണ് ഒരു ആർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവിനെയോ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് സബ്ജക്റ്റുകളും ഒരേ വ്യക്തിയെയോ ഒരേ വസ്തുവിനെയോ ഒരേ ആശയത്തെയോ ആയിരിക്കും സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സിംഗുലാർ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ഇതിനു ശേഷം ഉപയോഗിക്കുന്ന വേർബ് സിംഗുലാർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. അപ്പൊ മൈ എന്നുള്ളത് ആദ്യത്തേതിന്റെ മുൻപിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ അങ്കിള് തന്നെയാണ് എന്റെ ഗാർഡിയൻ. രണ്ടും ഒരേ പേരാണ്, രണ്ടും ഒരാളാണ്. സോ എന്തുവരും? വാണ്ട്സ് മീ ടു സ്റ്റഡി മെഡിസിൻ. എന്താണ്? വാണ്ട്സ് മീ ടു സ്റ്റഡി മെഡിസിൻ. കാരണം സിംഗുലാർ വെർബ്. അതേ സമയത്ത് ഈ മൈ എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ രണ്ട് സബ്ജക്ട്സിന്റെയും മുൻപിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ രണ്ടിടത്തും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അപ്പോൾ വെർബ് പ്ലൂറൽ. ഓർത്തിരുന്നോളുക. പൊസസീവ് അഡ്ജക്റ്റീവ് മാത്രമല്ല, ഏതും കൂടെ ആർട്ടിക്കിളും കൂടെ ഈ കൂട്ടത്തിൽ വരും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഡയബറ്റീസ് ഡാഷ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് നെയിം ഓഫ് എ ഡിസീസ്, ഒരു അസുഖത്തിന്റെ പേരാണല്ലേ. നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഒരു അസുഖത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു കളിയുടെ പേര്, ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള ഒരു ഗെയിമിന്റെ പേര്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിന്റെ പേര്, അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ പേര്, ഇക്കണോമിക്സ് എന്നോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നോ ഒക്കെ പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ പേര്. ഇവയിൽ ഏതെങ്കിലും ഒക്കെയാണ് നമുക്ക് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇവയെ എല്ലാം നമ്മൾ എപ്പോഴും സിംഗുലാർ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബും എന്തായിരിക്കണം? സിംഗുലാർ തന്നെ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ ഡയബറ്റീസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. വാസ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആയിരുന്നു എന്നുള്ള മീനിങ് ആണ്. ഡയബറ്റീസ് എപ്പോഴും എന്ത് തന്നെയാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്.
ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൈ സ്പെക്ടക്കിൾസ് ഡാഷ് മിസ്സിംഗ്. എന്റെ സ്പെക്ടക്കിൾസ് മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മൈ സ്പെക്ടക്കിൾസ്. ഈ സ്പെക്ടക്കിൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഓർത്തു വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റുള്ള സബ്ജക്ട്സ് ആണ് സിസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമാസ്, ബൈനോക്കുലേഴ്സ്, സോക്സ്, ഷൂസ്, ട്രൗസേഴ്സ്, നിക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു പെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് അല്ലെ, നൗൺസ് ആണ്. ഒരു ജോഡിയായിട്ടേ നമുക്ക് ഇവയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പെയറായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ രീതിയിലുള്ള നൗൺസ് ആണ് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവ പെയറായിട്ട് ഒരു ജോഡി, രണ്ടെണ്ണം, അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇവയ്ക്ക് ശേഷം നമ്മൾ എന്തേ കൊടുക്കാമുള്ളൂ? പ്ലൂറൽ വെർബിനെ മാത്രമേ കൊടുക്കാമുള്ളൂ. ഓർത്തിരിക്കുക, സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ്, സിസേഴ്സ്, ആംഗ്ലെറ്റ്സ്, ഷൂസ്, സോക്സ്, ജീൻസ്, പാൻസ്, നിക്കേഴ്സ്, അങ്ങനെ ഇതെല്ലാം പെയറായിട്ട് ഉപയോഗിക്കുന്ന നൗൺസ് ആണ്. സോ അവയുടെ കൂടെ എപ്പോഴും നമ്മൾ പ്ലൂറൽ വെർബിനെ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരുന്നത്? മൈ സ്പെക്ടക്കിൾസ് ആർ മിസ്സിംഗ്. എന്തായിരുന്നു? മൈ സ്പെക്ടക്കിൾസ് ആർ മിസ്സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുവാണ്. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. ഇവിടെ ആരാ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? എ പെയർ ഓഫ് ഷൂസ് എന്നാണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഷൂസ് എന്നുള്ളത് ഒരു പെയർ നൗൺ ആണ്. ആ ഒരു പെയർ നൗൺ വന്നാൽ അതിനുശേഷം പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഷൂസ് എന്ന് മാത്രമാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, അതിന്റെ മുൻപിൽ ആരെയും കൂടെ ചേർത്തിട്ടുണ്ട്, എ പെയർ ഓഫ് എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഏതൊരു പെയർ നൗൺ, സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, ഷൂസ്, ജീൻസ് പോലെയുള്ള ഏതൊരു പെയർ നൗണിന്റെ മുൻപിലും എ പെയർ ഓഫ് എന്ന് ചേർത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സിംഗുലാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ ഏത് വെർബ് വേണം? സിംഗുലാർ വെർബിനെയാണ് വേണ്ടത്. സിംഗുലാർ വെർബിനെ വേണമെങ്കിൽ വേറും ആറും നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം അത് രണ്ടും പ്ലൂറൽ ആണ്. ഇനി വാസും ഉണ്ട്, ഈസും ഉണ്ട്. വാസ് പാസ്റ്റ് ആണ്, ഈസ് പ്രസന്റ് ആണ്. നമുക്ക് ഈ സെന്റൻസിൽ ഇതിൽ ആരെ വേണം എന്ന് ഉപയോഗിക്കേണ്ടത് ആരെയാണ് എന്നതിനുള്ള ക്ലൂവും സെന്റൻസിൽ തന്നിട്ടുണ്ട്. ഇവിടെ യെസ്റ്റർഡേ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നടന്ന് കഴിഞ്ഞ കാര്യം. സോ നമ്മുടെ ആൻസർ എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. ഓക്കെ, അടുത്തത് നീതു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഡാഷ് ഓണേർഡ്. സോറി, നീതു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഡാഷ് ഓണേർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് ആസ് വെൽ ആസിന്റെ യൂസേജ്. ആസ് വെൽ ആസ് കൊണ്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനോടായിരിക്കണം എഗ്രി ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അത് സിംഗുലാർ ആണെങ്കിൽ വെർബ് സിംഗുലാറും, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും ആയിരിക്കണം. ഇവിടെ ആരാണ് ആദ്യത്തെ സബ്ജക്റ്റ്? നീതു ആണല്ലേ. നീതു എന്ന് പറയുന്നത് നമുക്കറിയാം സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബും ആരായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ എന്ത് വരും? നീതു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ്. ഇനി ആറും ഹാവും പ്ലൂറൽ ആണ്, ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതുവിന്റെ കൂടെ തന്നെ അവളുടെ ഫ്രണ്ട്സും ഓണർ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ. ഓണർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓണർ ചെയ്യപ്പെടുക എന്നുള്ളത് മറ്റൊരാളാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ്, പാസീവ് വോയിസ് ആണ്. അങ്ങനെ പാസീവ് വോയിസിൽ എഴുതണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈസിന്റെ കൂടെയാണ് V3 വേണ്ടത്. ഓണേർഡ് V3 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാസിന്റെ കൂടെ ഓണേർഡ് വന്നാൽ അത് ആക്റ്റീവ് വോയിസ് ആകും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് ഓണേർഡ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഡാഷ് റീഡിംഗ്. ഇവിടെ നമുക്ക് ആസ് വെൽ ആസ് തന്നെ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ സബ്ജക്ട് ദ സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം. പ്ലൂറൽ വെർബ് വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അതാണ് ആർ. അപ്പൊ നമ്മുടെ ആൻസർ the students as well as the teacher are reading. Okay, അടുത്ത ചോദ്യം, either the boy or his parents dash apologize. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് either or കൊണ്ടാണ്.
എയ്തർ ഓർ, നെയ്തർ നോർ പോലെയുള്ളവ കൊണ്ട് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് തിരിഞ്ഞു വരും, എന്തുവരും? വെർബ് എഗ്രി ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനോടാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ചാണ് വെർബ് വേണ്ടത്. ഇവിടെ ഹിസ് പേരൻസ് എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ആണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സോ ഏത് വരും? ഹാസ് ടു ആണോ, ഹാവ് ടു ആണോ, ഈസ് ടു ആണോ, വാസ് ടു ആണോ, ഏതാണ് വരേണ്ടത്? എയ്തർ ദ ബോയ് ഓർ ഹിസ് പേരൻസ് എന്താണ്? അപ്പോളജൈസ് ചെയ്യണം. അപ്പോളജൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുവരും? ഹാസ് ടു അപ്പോളജൈസ്, സോറി ഹാവ് ടു അപ്പോളജൈസ് എന്ന് വരും. എന്തുവരും? ഹാവ് ടു അപ്പോളജൈസ്. അവർ അപ്പോളജൈസ് ചെയ്യണം. കാരണം ഹിസ് പേരൻസ് എന്നുള്ള പ്ലൂറൽ ആണ് സബ്ജക്ട് കിടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എവരിബഡി ഡാഷ് ലിസണിംഗ് ടു മ്യൂസിക്. എവരിബഡി ഡാഷ് ലിസണിംഗ് ടു മ്യൂസിക്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? എവരിബഡി ആണല്ലേ. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എവരിബഡി, സംബഡി, എനിബഡി, നോബഡി, അല്ലെങ്കിൽ എവരിവൺ, സംവൺ, എനിവൺ, നോവൺ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇവയെ നമ്മൾ എപ്പോഴും സിംഗുലാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കൂടെയും നമ്മൾ ഏത് വെർബിനെയാണ് ഉപയോഗിക്കേണ്ടത്? സിംഗുലാർ വെർബിനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? എവരിബഡി ലവ്സ് ലിസണിംഗ് ടു മ്യൂസിക്. എവരിബഡി ലവ്സ് ലിസണിംഗ് ടു മ്യൂസിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ അമേരിക്ക. നമ്മുടെ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് വൺ ഓഫ് കൊണ്ടാണ്. വൺ ഓഫ് കൊണ്ട് ഏതൊരു സെന്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു സെന്റൻസിലും വൺ ഓഫ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഉള്ള സബ്ജക്റ്റ് എപ്പോഴും അതിന്റെ പ്ലൂറൽ ഫോമിലായിരിക്കണം. പക്ഷെ വെർബ് എപ്പോഴും സിംഗുലാർ ഫോമിലുള്ളത് മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. വളരെ പ്രധാനപ്പെട്ട റൂള്. വൺ ഓഫിന് ശേഷം PS എന്നോർത്തിരിക്കുക. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. ഓൾറെഡി മൈ കസിൻസ് എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിനെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി വെർബ് ആര് വേണം? സിംഗുലാർ വേണം. സോ ഏതായിരിക്കും നമ്മളുടെ ആൻസർ? ഈസ് ഇൻ അമേരിക്ക. ഈസ് ഇൻ അമേരിക്ക. ഓക്കെ, അടുത്ത ചോദ്യം. നെയ്തർ ഓഫ് അസ് ഡാഷ് ഗോയിങ് ഫോർ ദ മാരേജ്. ഇവിടെയും വൺ ഓഫിന്റെ റൂൾ എന്താണോ നമ്മൾ പറഞ്ഞത് അതേ റൂള് തന്നെയാണ് നിങ്ങൾ എയ്തർ ഓഫിനും നെയ്തർ ഓഫിനും ഒക്കെ ഉപയോഗിക്കേണ്ടത്. നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാലും അതിനുശേഷമുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം, പക്ഷെ വെർബ് സിംഗുലാർ. സോ നമ്മളുടെ ആൻസർ എന്താണ്? നെയ്തർ ഓഫ് us ഈസ് ഗോയിങ് ഫോർ ദ മാരേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. ഇവിടെ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് എ ഗുഡ് ഡീൽ ഓഫ് എന്നതുകൊണ്ടാണ്. എ ഗുഡ് ഡീൽ ഓഫ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഉള്ള സബ്ജക്റ്റിനെ ആദ്യം നോക്കുക. സബ്ജക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, നിങ്ങളുടെ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അതേ സമയത്ത് സബ്ജക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വെർബ് സിംഗുലാർ ആയിരിക്കണം. ഇവിടെ നമുക്ക് ടൈം ആണ് തന്നിരിക്കുന്നത്. ടൈം അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ വെർബ് സിംഗുലാർ. അപ്പൊ എന്ത് വരും ആൻസർ? എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഈസ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. ദ നമ്പർ ഓഫ് ഗേൾസ് ഡാഷ് വെരി ലോ. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, ദ നമ്പർ ഓഫ്. ദ നമ്പർ ഓഫ് വന്നാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ റൂള് തന്നെ, പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. സോ ഏത് വരും? ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് വെരി ലോ. അപ്പം ദ നമ്പർ ഓഫ് വന്നാലും വൺ ഓഫ് വന്നാലും ഏതർ ഓഫ് എന്ന് വന്നാലും നെയ്തർ ഓഫ് എന്ന് വന്നാലും ഈച്ച് ഓഫ് എന്ന് വന്നാലും എവരി ഓഫ് എന്ന് വന്നാലും ഒക്കെ ഒരേ റൂളാണ്, പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. The jury dash divided in their opinion. ജൂറി അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്യപ്പെട്ടു. The jury എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ജൂറി പോലെ തന്നെയാണ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാലും കമ്മിറ്റി എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ മീനിങ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്റ്റീവ് നൗൺസ് ആണ്. ഇവയെ നമ്മൾ കോണ്ടെക്സ്റ്റിനനുസരിച്ച് സിംഗുലാറായിട്ടും ഉപയോഗിക്കാറുണ്ട്, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ജൂറി ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ജൂറിയിലുള്ള മെമ്പേഴ്സ് ഡിവൈഡഡ് ആയി എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഇതിനെ പ്ലൂറൽ ആസ്പെക്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും ഓർക്കുക, ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആസ്പെക്ട്. സോ നമ്മുടെ ആൻസർ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബ് പ്ലൂറൽ. അപ്പൊ എന്ത് വരും? ദ ജൂറി
വാസ് ഡിവൈഡഡ് ഇൻ ദയർ ഒപ്പീനിയൻ. ദ ജൂറി വാസ് ഡിവൈഡഡ് ഇൻ ദയർ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം കോൺകോർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലേക്ക് ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററിന്റെയും പ്രസക്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വീഡിയോസിൽ കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ഓൾ.